സൂപ്പർ മണി വേഴ്സസ് ആമസോൺ പേ. ഈ രണ്ട് പ്ലാറ്റ്ഫോം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആക്റ്റീവ് യൂസേഴ്സ് ഏറ്റവും കൂടുതലുള്ളത് ആമസോൺ പേയിലാണ്. 100 മില്യൺ ആൾക്കാരാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ സൂപ്പർ മണിയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ 7 മില്യൺ ആണ് ഇപ്പോൾ കറൻ്റ് ഉള്ളത്. സൂപ്പർ മണി സ്റ്റാർട്ട് ചെയ്തിട്ട് നിസ്സാര ടൈം ആയിട്ടുള്ളൂ. ആമസോൺ പേ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ട് പേരുടെയും ഏറ്റവും കൂടുതൽ ക്യാഷ് ബാക്കിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ മണിയുടെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് ട്രാൻസാക്ഷൻ ചെയ്താലും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. സ്കാൻ ആൻഡ് പേ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സർട്ടൻ പെർസെൻറ്റേജ് വൈസ് ആണ് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നത്. ആമസോൺ പേയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ക്യാഷ് ബാക്ക് കിട്ടുന്നില്ല. സൂപ്പർ മണിയുടെ അടുത്തൊരു ഫീച്ചറാണ് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കമ്പയർ ചെയ്തിട്ട് FD ഇടാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ആമസോൺ പേയിൽ ഈ ഫീച്ചർ വരുന്നില്ല. ആമസോൺ പേയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡാണ് വരുന്നത്. ബട്ട് നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് വഴി UPI പേയ്മെൻറ്റ്സ് ഒന്നും ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നില്ല. അല്ലെങ്കിൽ UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. കാരണം വിസ സീരീസിലുള്ള കാർഡാണ് വരുന്നത്. നമുക്കതിന് പ്രത്യേകമായിട്ടൊരു ക്യാഷ് ബാക്കും പ്രൊവൈഡ് ചെയ്യുന്നില്ല. സൂപ്പർ മണിയുടെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ FD അഗെയിൻസ്റ്റ് ക്രെഡിറ്റ് കാർഡ് വരുന്നുണ്ട്. സൂപ്പർ മണിയുടെ തന്നെ വേറൊരു ക്രെഡിറ്റ് കാർഡും കൂടി വരുന്നുണ്ട്. ഈ കാർഡ് വഴി നമ്മൾ ചെയ്യുന്ന പേയ്മെൻറ്റ്സിനൊക്കെ നമുക്ക് സൂപ്പർ മണിയുടെ ക്യാഷ് ബാക്കും കിട്ടും. അതുപോലെ തന്നെ ഈ കാർഡിൽ വരുന്ന 1% ക്യാഷ് ബാക്കും കൂടി കിട്ടും. നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമാണ് കൂടുതൽ UPI പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ സ്കാൻ ആൻഡ് പേ പേയ്മെൻറ്റ്സ് ചെയ്യുന്നുള്ള കേസ് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക.